ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ നമുക്ക് ചില്ലി ഉണ്ടാക്കാം. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചില്ലി ഉണ്ടാക്കാൻ മാവ് ഇതിൽ എന്താണ് പറയുക, മൈദ മാവ്, പിന്നെ കോൺഫ്ലവറിൻ്റെ പൊടി, ഇതിൽ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി നമുക്കിതിലേക്ക് കുരുമുളക് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ. പിന്നെ ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ. എന്താ 1/4 ടീസ്പൂണ്. ഇതിൽ ഈ സ്പൂണായ കാരണം 1 സ്പൂണ് തോന്നുകയാണ്. 1/4 ടീസ്പൂണ്. പിന്നെ നല്ല ജീരകം, നല്ല ജീരകം 1 ടീസ്പൂണ്. 1.5 ടീസ്പൂൺ ഇടാം, എന്നാലും അതിൻ്റെ ചൊയയും ഇതൊക്കെ മുന്നിട്ട് നിൽക്കണം. പിന്നെ കുറച്ച് മുളക് പൊടി കുറച്ചല്ല, 1 ടീസ്പൂണ്. 1 ടീസ്പൂണ്. പിന്നെ ചില്ലി പൗഡർ ഇല്ലേ, കളറ്, ആ കളറ് നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണ് തൈര്. 1.5 ടീസ്പൂൺ ഇരുന്നോട്ടെ. 1.5 ടീസ്പൂണ്. ഇത് നമുക്ക് ഇനി കുഴച്ചിട്ട് ഇത് സെറ്റാക്കിയിട്ട് കാണാം. അപ്പോഴേ നമുക്ക് കോഴിമുട്ടൻ്റെ വെള്ളക്കരുവില്ലേ, അത് ഒഴിച്ചു കൊടുക്കുക. ഇനി ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് നോക്കുക. എന്നിട്ട് ഉപ്പുണ്ടോ നോക്കിയിട്ട് പോരെങ്കിൽ കുറച്ചും കൂടെ ഉപ്പിട്ടിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇത്തിരിയും കൂടെ ഇട്ടു. അപ്പോൾ ഇത് സെറ്റായിട്ട് വരട്ടെ, എന്നിട്ട് പിന്നെ നമുക്ക് പൊരിക്കുമ്പോൾ കാണാം. അപ്പോൾ മക്കളെ, നമുക്കേ ഇറച്ചി പൊരിച്ചെടുക്കാം. മുഴുവൻ പൊരിച്ചെടുത്തിട്ട്, അപ്പോൾ ഇന്നത്തെ കോഴിപ്പൊരി കഴിഞ്ഞു, ചില്ലി പൊരിക്കൽ കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് അയക്കുക, ഷെയർ ആക്കുക. അസ്സലാമു അലൈക്കും.